അങ്ങനെ നമ്മൾ ഇന്നും നേരെ പോകുന്ന എറണാകുളത്തോടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് എന്താ ഇത് തന്നെയാണോ പരിപാടി? അങ്ങനെ ചോദിച്ചാൽ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ആദ്യമേ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല കേട്ടോ. അതിനുശേഷം കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം എന്ത് വാങ്ങണം എന്നുള്ള പ്ലാനൊക്കെ ഇട്ട് നേരെ ചെന്നിറങ്ങുന്ന മേനയിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും സാധാരണ പോലെയല്ല, കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളെല്ലാം അവധിയല്ല, കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ചങ്ങ് ആയിക്കഴിഞ്ഞാലേ തുറക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു പെർഫ്യൂം കടയിൽ കയറി നല്ല അടിപൊളി ഒരു പെർഫ്യൂം വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അവിടുത്തെ എല്ലാ പെർഫ്യൂമിനും എന്താ വേണം. ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കടയിൽ കയറും. സാധാരണ ഈ സാധാ ടൈപ്പ് പെർഫ്യൂമാണ് വാങ്ങിക്കുന്നത്, അതെനിക്ക് വലിയ ഇഷ്ടമല്ല. അതിനുശേഷം ഞങ്ങളൊരു ബാഗ് കടയിൽ കയറി ഒരു ബാഗ് നോക്കിയതെല്ലാം വാങ്ങുകയും ചെയ്തിട്ടാണ്. ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ബാഗില്ലേ അതൊരെണ്ണം വാങ്ങി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാളെ മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ആക്ച്വലി ഇന്ന് 2-3 കൂട്ടം സാധനം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ മഴയും കൂടി പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ അങ്ങ് പോസ്റ്റായി. കാരണം ഇത്രയും മഴ പെയ്യുന്നത് ഈ ബാഗൊക്കെ പിടിച്ച് നനഞ്ഞങ്ങ് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഡ്രസ്സെല്ലാം നനയും, അതിലുപരി വെള്ള കളറിലെ പാൻറ്റായിട്ടിരിക്കണം. അടിപൊളിയായിരിക്കും ഈ മഴയത്ത് ആ ചെളിയിൽ കൂടി നടക്കുന്നത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആ കടയിൽ ഇപ്പോൾ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് അതിനുശേഷം പതുക്കെ ഇറങ്ങിയിട്ടാണ്. കാരണം ബിരിയാണി കഴിച്ചിട്ടാണ് വീട്ടിൽ പോകാനായിട്ട്. ഇത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ ഈ എറണാകുളത്ത് പോകുന്ന ബിരിയാണി കഴിക്കാനല്ലേന്ന്. വീട്ടുകാരിപ്പോൾ പറയുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ ബിരിയാണി കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ബിരിയാണിയും കഴിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം വളരെ പതുക്കെ ആസ്വദിച്ച് കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 12 ഞങ്ങൾ കഴിക്കാൻ കയറി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആലോചിച്ചു, അയ്യോ ശംഖു വീട്ടിലുണ്ടല്ലോ, അവനിങ്ങനെ പനിയാണെന്നോ ശരീരം വേദനയാണെന്നോ പറഞ്ഞിട്ട് ജോലിക്ക് പോയിട്ടില്ല. എന്നാൽ പിന്നെ അവനൊരു ബിരിയാണി വാങ്ങിച്ചേക്കാമെന്ന് കരുതി അവനും ഒരു ബിരിയാണി വാങ്ങി ഓടിച്ചാടി ബസ്സിൽ കയറിയപ്പോഴത്തേക്കും വേണ്ട ഇങ്ങനെ ഫുൾ മഴയായതുകൊണ്ട് സിംഗിളായിട്ടിരുന്ന് പോരാം, സൗകര്യമായി. കാരണം ജിന്നുവിന് നേരെ അപ്പുറത്തെ സീറ്റ് ഇരുത്തിണ്ടായിരുന്നു. അതൊരു സൗകര്യമായി എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കയ്യിൽ നിറച്ച് ലഗേജ് ഉള്ളതുകൊണ്ട് 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചിന്നു മാറിയിരുന്നാലും വേറൊരാൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതിനുശേഷം നേരെ നമ്മൾ വൈറ്റില ജംഗ്ഷനല്ല വൈറ്റില ഹബിലൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് പൊളിച്ചിങ്ങനെ കുഴിയാണ്. പാമ്പല്ല, പായസം. ചിന്നു എപ്പോഴും ഈ വെള്ളം കാണുമ്പോൾ പായസം എന്ന് പറഞ്ഞിട്ട് പായസം പോലെയൊക്കെ കിടക്കുക. രാമൻ ബസ് കാത്തിരുന്നതാണേ, അറിയാമല്ലോ രാമൻ ബസ് നമ്മുടെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ബസ് ആയതുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ ഓസിന് 60 രൂപ ലാഭം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങൾ എന്താ ഇങ്ങനെയാണ് കേസ്. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. സ്റ്റേ ട്യൂൺഡ്.